നിങ്ങൾ ഈ യൂട്യൂബ് ഒക്കെ തുടങ്ങാൻ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലേ ഒന്നും നോക്കരുത്. അത് എപ്പോഴാണ് നമുക്ക് ആ തോന്നലുണ്ടാവുന്നത് ആ സമയത്ത് തന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ബാക്കിയുള്ള വലിയ വലിയ യൂട്യൂബേഴ്സിനെ നോക്കിയിട്ട് അയ്യോ ഇതുപോലെയൊക്കെ ചെയ്താൽ ശരിയാവും എന്നുള്ള രീതിയിലേക്കൊന്നും നോക്കി നിൽക്കരുത്. നിങ്ങൾക്ക് ആ തോന്നൽ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ തുടങ്ങുക. നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നതിൻ്റെ കാര്യം എന്തിനാണ്? നമുക്കൊരു എക്സ്ട്രാ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. നമുക്ക് ഓൾറെഡി മിക്ക ആൾക്കാരും ജോലിയുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ എന്തെങ്കിലും കുറച്ച് പൈസയും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ പല പല ചിലവുകൾക്കും നമ്മളുടെ ജീവിത രീതി മെച്ചപ്പെടുത്താനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനത്തെ ചിന്തയുള്ള ആൾക്കാരൊക്കെ ഉറപ്പായിട്ടും തുടങ്ങുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നെങ്കിൽ എന്തായാലും അതൊരു സക്സസ്സിലെത്തും. അപ്പോൾ ഈ തുടങ്ങുമ്പോഴത്തേക്കും മെയിനായിട്ട് ചില ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു മൈൻഡിൽ തുടങ്ങിപ്പോവും. അവർക്ക് സംസാരിക്കാനൊക്കെ അറിയായിരിക്കും. പക്ഷെ ചില ആൾക്കാർ എന്നെ പോലത്തെ ആൾക്കാർക്കൊക്കെ അവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ എന്നെ കളിയാക്കും, എനിക്ക് സംസാരിക്കാനൊക്കെ ഒന്നും ഒരേക്ക് അറിയത്തില്ല, അങ്ങനത്തെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ തുടക്കത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. സംസാരിക്കാനായിട്ടൊക്കെ ഒന്നും എനിക്കും വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ സംസാരിച്ച് ക്ലിയർ ആയിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ രണ്ടാമതുള്ള ഡൗട്ടാണ് ബാക്കിയുള്ള ആൾക്കാർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, കളിയാക്കും എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടല്ലോ, അതായത് നമ്മളുടെ വാട്സപ്പിൽ നമ്മളുടെ ഫ്രണ്ട്സായിട്ട് കണക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്നും നമ്മളുടെ ഈ ഫ്രണ്ട്സിനെ ഒന്നും അറിയിക്കരുത്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാർ, അതായത് നമ്മൾക്ക് കുറച്ച് ചമ്മലുണ്ട്, അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ഉള്ള ആൾക്കാർ. ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആളായിരുന്നു. അപ്പോൾ ഞാനെന്ത് പറ്റുന്ന ഒരു മണ്ടത്തരം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിലും ഞാൻ ഫസ്റ്റത്തെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനെ എൻ്റെ കണക്ഷൻസൊക്കെ, അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടുകൊണ്ട് അവരെയൊക്കെ അറിയിച്ചുകൊണ്ടിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ ഒരു സ്റ്റാറ്റസിലൂടെ നമ്മളുടെ ഈ ചാനൽ തുടങ്ങി എന്ന് അറിയുമ്പോഴത്തേക്കും അവർ സബ്സ്ക്രൈബ് ചെയ്യുകയും നമുക്ക് പെട്ടെന്ന് വ്യൂവേഴ്സിനെ കിട്ടുമല്ലോ. അങ്ങനത്തെ രീതിയിലാണ് തുടങ്ങിയത്. സംഭവം ശരിയാണ്, അവർ സബ്സ്ക്രൈബ് ചെയ്ത് പക്ഷേ അത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ. കാരണം കുറച്ച് ആൾക്കാർ നമ്മളുടെ അടുത്ത് ആൾക്കാർ നമ്മളുടെ ഉയർച്ച ആഗ്രഹിക്കുമ്പോഴത്തേക്കും ചില ആൾക്കാർ നമ്മളുടെ ഉയർച്ചയിൽ അസൂയപ്പെടും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യവും ഇതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ നമ്മളൊരു വീഡിയോ ഇടുമ്പോഴത്തേക്കും നമ്മൾക്ക് പേഴ്സണലി ഒന്ന് മെസ്സേജ് ചെയ്യുക, എടാ നിനക്ക് എന്താണ് പുതിയ ഒരു വട്ട് തുടങ്ങിയ, ഇത് എന്തിൻ്റെ ഉറപ്പാണ്, ഇതൊക്കെ ചെയ്തിട്ട് വലിയ ഗുണമുണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ താഴ്ത്താൻ വേണ്ടി നോക്കും. അപ്പോൾ ചില ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പേഴ്സണലി ഹേർട്ട് ചെയ്യും. ഞാനിതൊക്കെ ചെയ്തിട്ട് ശരിയാവോ എന്നുള്ള രീതിയൊക്കെ തോന്നുകയും പിന്നെ ആ ചാനലിൽ പതുക്കെ വീഡിയോസ് ഇടാണ്ടായി. ഏകദേശം ഒരു 10 വീഡിയോസൊക്കെ എന്തോ ഇട്ടിട്ടുള്ളൂ. അത് കൂടുതലും എഡ്യൂക്കേഷണൽ വീഡിയോസാണ്. അപ്പം അത് അങ്ങനത്തെ തോന്നിയപ്പോൾ നമുക്ക് ഒരു പിന്തിരിപ്പ് തോന്നുകയും പിന്നെ നമ്മളതിൽ ഇടാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ കിട്ടൂല. അപ്പോൾ അങ്ങനെ കുറെ നാളത്തേക്ക് പിന്നെ ചാനൽ തുടങ്ങിയില്ല. പിന്നെ ഇപ്പോൾ രണ്ടാമത് ഞാനിപ്പോൾ ഈ കാണുന്നൊരു MJ വ്ളോഗ്സ് എന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴത്തേക്കും ഒരാളെ പോലും അറിയിച്ചില്ല, ജസ്റ്റ് 0 നിന്ന് തുടങ്ങി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അറിയുന്ന ആൾക്കാരൊന്നും ഇതിലില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും ഓപ്പൺ സംസാരിക്കാം. ആരും പെട്ടെന്നൊന്നും നമ്മൾ അറിയുന്ന ആൾക്കാരൊന്നും നമ്മൾ ഈ ചാനൽ കാണാണ്ടി പോകുന്നില്ല. കൂടുതലും നമ്മളെ അറിയാത്ത ആൾക്കാരായിരിക്കും കാണാണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ഷെയർ ചെയ്യാം. നമുക്കൊരു സുഹൃത്തിനോട് സംസാരിക്കുന്നുള്ള രീതിയിൽ നമുക്ക് ഇതിലോട്ട് സംസാരിക്കേണ്ടി പറ്റും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ ചാനൽ തുടങ്ങുക. ഇതേപോലെ എന്നെ പോലത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാണ്ട് നിങ്ങൾ തുടങ്ങുക. പിന്നെ രണ്ടാമത്തുള്ള സംഭവമാണ്, നമ്മൾ ബാക്കിയുള്ള യൂട്യൂബേഴ്സ് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് വലിയ മൈക്കും ലൈറ്റും അങ്ങനത്തെ സെറ്റപ്പും ക്യാമറയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ തുടക്കക്കാരായിട്ട് ഉള്ള ഒരാൾക്ക് അങ്ങനത്തെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഫോൺ മാത്രം മതി. ഫോൺ എവിടെയെങ്കിലും നമുക്ക് വെക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ ഈ ട്രൈപോഡൊന്നും വാങ്ങിക്കൊടുന്നില്ല. എവിടെയെങ്കിലും ജനലിൻ്റെ അവിടെ എവിടെയെങ്കിലും ചാരി വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. അത്യാവശ്യം നമ്മൾ വീട്ടിലുള്ള ട്യൂബ് ലൈറ്റൊക്കെ ഇട്ടിട്ട് തന്നെ ചെയ്തു തുടങ്ങിയാൽ മതി. പിന്നെ നമുക്ക് മൈക്കൊക്കെ വാങ്ങിക്കൊണ്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചെറിയൊരു 100 രൂപ 150 രൂപയൊക്കെ മൈക്ക് കിട്ടും നമ്മുടെ അടുത്തുള്ള മൊബൈൽ ഷോപ്പിലൊക്കെ. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു മൈക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇത് ജസ്റ്റ് ഒരു 150 രൂപയുടെ മൈക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. അപ്പം നമുക്ക് തുടക്കക്കാർക്ക് ആ ഒരു ഇതൊക്കെ മതി. പിന്നീട് പതിയെ പൈസ കിട്ടുമ്പോഴത്തേക്കും ട്രൈപോഡൊക്കെ വാങ്ങിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു സെറ്റപ്പ് ചെയ്യാം. പിന്നെ ഉള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാനലിൽ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ വരും എന്നുള്ളതാണ്. ഈ സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റിയാണ് അറിവുള്ളത്, അത് കുക്കിംഗ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാവൽ വ്ളോഗാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ജസ്റ്റ് വെറുതെ സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിനെപ്പറ്റി കണ്ടുപിടിച്ചിട്ട് അതിനെപ്പറ്റി വീഡിയോ ചെയ്യുക. അത് കണ്ടിന്യൂസ് ആയി ഇടുക. ഡെയിലി ഇടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഡെയിലി ഇടുന്നതനുസരിച്ച് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക.
ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണ് അത് ടാഗ് ചെയ്തിടുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു എന്താണ് ഫിനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യമാണോ, അല്ലെങ്കിൽ പൈസ എങ്ങനെ സമ്പാദിക്കാം എന്നുള്ള രീതിയാണോ, എങ്ങനെ നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ സുരക്ഷിതമാക്കാം എന്നുള്ള രീതിയാണോ, അപ്പൊ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് മാർക്കറ്റിൽ പല പല അപ്ഡേഷൻസ് വരും. അതുപോലെ ട്രാവൽ വ്ളോഗ്സ് ആണെന്നുണ്ടെങ്കിൽ പല പല സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളും അവിടുത്തെ പുതിയ അറിവുകളും അവിടുത്തെ ഹിസ്റ്ററി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടാൻ നോക്കുക. കുക്കറി ഷോ ആണെന്നുണ്ടെങ്കിലും അവര് എന്താണ് പല ഫുഡ് ഐറ്റംസും, പല ഫോറിൻ ഫുഡ് ഐറ്റംസും വെസ്റ്റേൺ കൾച്ചറിലുള്ള ഫുഡ് ഐറ്റംസും ഒക്കെ ട്രെൻഡിങ്ങിൽ വരാറുണ്ട്. അപ്പൊ നമ്മളത് ട്രെൻഡിങ്ങിൽ വന്നിരിക്കുന്ന ഏതാണെന്നുള്ളത് നോക്കുക. നമ്മൾ യൂട്യൂബിൽ ഏറ്റവും ഫസ്റ്റ് കാണുന്ന ഏതാണ്, അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് വീഡിയോനെ നമ്മളും ചെയ്യാണ്ട് നോക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടും. ഏറ്റവും മെയിൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാണ്ട് നോക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചാനലിൽ പതുക്കെ വ്യൂസ് കൂടും. പിന്നെ അതേപോലെ നമ്മൾ വേറെ യൂട്യൂബ് ചാനൽസിന്റെ താഴത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ഒരുമിച്ച് മുന്നേറാം എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് ലൈക്ക് അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്ന ഓർത്തിട്ട് നമ്മൾ ആ ഒരു കമന്റിൽ പോയിട്ട് നമ്മളുടെ ചാനലിന്റെ പേരൊക്കെ കൊടുക്കും. അവർ വന്നിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളുടെ ചാനലിൽ ഇൻട്രസ്റ്റ് ആയിട്ടായിരിക്കില്ല അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അവർ ജസ്റ്റ് സപ്പോർട്ട് എന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. പിന്നീട് എന്തെങ്കിലും വീഡിയോസ് വന്നിട്ടുണ്ടെങ്കിലും അവരൊന്നും കാണാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ കാണാത്തതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂസ് കൂടില്ല, പ്രത്യേകിച്ച് അതിൽ ഗുണമൊന്നുമില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. മനസ്സിലായില്ലേ? നമ്മള് സ്വന്തമായിട്ട് തന്നെ വീഡിയോസ് ഇടുക. നമ്മള് എന്താ പറയാ, ഇതിന്റെ മെട്രിക്സ് അനുസരിച്ചിട്ട്, അതായത് ഈ യൂട്യൂബിന്റെ ആൽഗോരിതം പ്രവർത്തിക്കുന്ന അനുസരിച്ച് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്ന അനുസരിച്ചിട്ട് പതുക്കെ വ്യൂസ് കയറും. അതുപോലെ ഷോർട്ട് വീഡിയോസ് ഇടുക. ഷോർട്ട് വീഡിയോസിലാണ് കൂടുതലും വ്യൂവേഴ്സിനെ കിട്ടുന്നതും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നതും. അതേപോലെ തന്നെ ഈ ലോങ് വീഡിയോസ് ഇടുമ്പോഴത്തേക്കായിരിക്കും നിങ്ങൾക്ക് വാച്ച് ഹവേഴ്സ് കൂടുന്നത്. അപ്പൊ യൂട്യൂബിൽ കയറുമ്പോഴത്തേക്കും ഇതേപോലെ പല പല ഡൗട്ട്സ് ഉണ്ട്. എങ്ങനെ ചാനൽ എങ്ങനെ തുടങ്ങണം, അതിൽ ഹാഷ് ടാഗ് എങ്ങനെ സെറ്റ് ചെയ്യണം, എന്താണ് ഹാഷ് ടാഗ്, അതേപോലെ തന്നെ ചാനൽ തുടങ്ങുമ്പോഴത്തേക്കും അതിന്റെ ലോഗോ എങ്ങനെ കൊടുക്കണം, അതിന്റെ ടോപ്പിക്, അതുപോലെ അതിൽ ഏത് കാറ്റഗറി സെറ്റ് ചെയ്യണം, ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. നമ്മൾ കുക്കിംഗ് ചാനൽ തുടങ്ങുമ്പോഴത്തേക്കും കുക്കിങ്ങിന്റെ ഒരു എന്താ പറയാ കാറ്റഗറി ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രാവൽ ആകുമ്പോഴത്തേക്കും ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ ടെക്നിക്കലായിട്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെപ്പോലെ സാധാരണക്കാരായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതേപോലെ തന്നെ ഈ വീഡിയോ നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ എഡിറ്റ് ചെയ്യും, വേറൊരു വീഡിയോ എങ്ങനെയാണ് നമ്മളുടെ വീഡിയോയുടെ അകത്ത് കൊണ്ടുവരിക, വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ റിമൂവ് ചെയ്യും, ഈ കാര്യങ്ങൾ നമുക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ ഏത് രീതി ചെയ്യാമെന്നുള്ള A to Z കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഒരു മടിയും കൂടാണ്ട് തുടങ്ങുക. നിങ്ങൾ ബാക്കി ആൾക്കാർ എന്ത് പറയുന്നുള്ളതൊന്നും കേട്ട് നിൽക്കേണ്ട. നമുക്ക് നമ്മളുടെ കാര്യം നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫുൾ ധൈര്യത്തോടുകൂടി നിങ്ങൾ തുടങ്ങുക. എല്ലാ സപ്പോർട്ടിനും ഞാനുണ്ടാവും. താങ്ക് യു.